എല്ലാവർക്കും നമസ്കാരം. കേരള ചരിത്രം പ്രാചീനം മധ്യകാലീനം ഈ പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് സംഘകാലത്തെ സാമൂഹിക ജീവിതം, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാമൂഹിക ജീവിതം എന്ന് പറയുമ്പോൾ സംഘകാലഘട്ടത്തിൽ ആളുകൾ കുറച്ചും കൂടെ സ്വതന്ത്രമായിട്ട് ജീവിച്ചിരുന്നായിരുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽക്ക് 5-ാം നൂറ്റാണ്ട് AC കാലഘട്ടം എന്ന് പറയുന്നത് ഈ ജാതി വ്യവസ്ഥിതിയൊന്നും വന്നിട്ടില്ലാത്തൊരു കാലഘട്ടമാണ്. അതിനോടൊപ്പം തന്നെ ബ്രാഹ്മണന്മാരുടെ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ആര്യന്മാര് ഈ സൗത്ത് ഇന്ത്യയിലേക്ക് അധികം കടന്നു വരാതെ, അല്ലെങ്കിൽ കേരളത്തെ ഒന്ന് സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കടന്നുകയറ്റം കാര്യമായി നടക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു സംഘകാലഘട്ടം എന്ന് പറയുന്നത്. അതായത് ഒരു ദൃഢതയാർന്ന ജാതി വ്യവസ്ഥ ഇല്ലാതിരുന്ന കാലഘട്ടമാണ് സംഘകാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷെ വിവിധങ്ങളായിട്ടുള്ള തൊഴിലുകളുണ്ട്. ആ തൊഴിലുകൾ ചെയ്യുന്നവരെ ആ ജാതി എന്ന് തന്നെ പറയുകയും ചെയ്യുക. പക്ഷെ അതൊരു വ്യവസ്ഥിതിയായിട്ട്, ഇപ്പോൾ ആ ജാതിയുള്ളവർ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ, അവർ മാത്രമേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, ഉയർന്നത് താഴ്ന്നത് എന്നൊക്കെയുള്ള ചിന്താഗതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ജാതികളിലുള്ളവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നതിലൊന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല. ജാതി ഭേദമന്യേ കല്യാണം കഴിക്കുന്നതിലൊന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ രാജാവായിട്ട് ഇരിക്കുന്ന ആള് തന്നെ മറ്റു ജാതിയിലുള്ളവരെ കല്യാണം കഴിക്കുന്ന സ്ഥിതിയെല്ലാം ഉണ്ടെന്ന് സംഘകാല കൃതികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ജീവിതം എന്ന് പറയുന്നു. പിന്നെ സംഘകാലഘട്ടത്തില് പറഞ്ഞല്ലോ, ആ ഒരു കാലഘട്ടത്തില് ഉണ്ടായിരുന്ന ഒരു പ്രധാന വിഭാഗം പാണരായിരുന്നു. പാണർ, കപിലർ തുടങ്ങിയ സംഘകാല കവികളെ പാണന്മാരെന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. ഇവരാണ് കൂടുതലും ആ കാലഘട്ടത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നാടുതോറും പാടി നടന്നിട്ടുള്ള ആൾക്കാർ. വാമൊഴി ചരിത്രത്തിന്റെ ഒരു പ്രധാന വക്താക്കളായിരുന്നു ഈ പാണർ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് ഈ ഒരു ഇത് പറയുന്നത്. ദെൻ അവിടുത്തെ കൃഷി അവരുടെ പ്രധാനപ്പെട്ട തൊഴിലായിരുന്നു. സംഘകാലഘട്ടത്തിൽ കൃഷി ഒരു പ്രധാനപ്പെട്ട തൊഴിലായിരുന്നു. കാളയനെയും കലപ്പേനയും വെച്ചുകൊണ്ടുള്ള കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ കൃഷി ചെയ്തുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. സ്ത്രീകൾക്കും ഇത്തരം കൃഷിയുടേതായിട്ടുള്ള ഇതിലൊക്കെ അവർക്കൊക്കെ പങ്കുണ്ടായിരുന്നു. പിന്നെ സംഘകാലഘട്ടത്തിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരൊരു അടിമത്തം അനുഭവിച്ചിരുന്നവരൊന്നും ആയിരുന്നില്ല എന്ന് പറയാൻ പറ്റും. പിന്നീട് വന്ന കാലഘട്ടത്തെ നോക്കുമ്പോൾ കുറച്ചും കൂടെ സ്വാതന്ത്ര്യമുള്ള വിഭാഗക്കാരായിരുന്നു അന്നത്തെ സ്ത്രീകൾ എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നു. സ്ത്രീകൾക്കും അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസത്തിനൊക്കെ ഉള്ള അവകാശമെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ തന്നെ പല വിനോദങ്ങളിൽ ഏർപ്പെടുത്താനും സാമൂഹിക വിനോദങ്ങളിലൊക്കെ ഏർപ്പെടാനും യാത്ര ചെയ്യാനും പലതരം കളികൾ, കൂട്ടായ്മകൾ ഇതിലൊക്കെ പങ്കെടുക്കാനൊക്കെ ഉള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷെ പുരുഷന്മാർക്ക് ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു. പുരുഷന്മാർ ഒന്നിൽ കൂടുതൽ ഭാര്യമാരേനെ കല്യാണം കഴിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ സ്ത്രീകൾക്ക് ബഹുഭർത്തൃത്വം ഉണ്ടായിരുന്നതായിട്ടുള്ള അറിവുകൾ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഈ പാതിവൃത്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാരിത്രം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിട്ട് അവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ജീവിത രീതി ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. ദെൻ പ്രേമവിവാഹത്തിനെ അന്ന് പറഞ്ഞിരുന്നത് കളവ് എന്നാണ്. എന്നാൽ സംഘകാലഘട്ടത്തിൽ ഭൂരിഭാഗം കല്യാണവും നടന്നിട്ടുള്ളത് പ്രേമവിവാഹം കൊണ്ടാണെന്ന് പറയാൻ പറ്റും. സംഘകാല കൃതികളെ നമ്മൾ അകനാനൂറ്, പുറനാനൂറ് എന്ന് പറയുമല്ലോ. അതിൽ അകനാനൂറ് എന്ന് പറയുന്ന വിഭാഗത്തിൽ കൂടുതൽ ലവ് സ്റ്റോറീസ് ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ പ്രേമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ, കവിതകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ പ്രേമത്തിന് വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. മിക്ക വിവാഹങ്ങളും പ്രേമവിവാഹങ്ങളായിരുന്നു മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പ്രേമവിവാഹത്തിനെ കളവ് എന്ന് പറയും. അതോടൊപ്പം തന്നെ ഈ പ്രേമവിവാഹത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ചടങ്ങാണ് മടലേറുക എന്നത്. എന്താണ് മടലേറുക? ഈ മടലേറുക എന്ന് പറഞ്ഞാൽ ഈ കാമുകന്മാര് ഈ പെൺകുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട്, കാമുകിമാരായിട്ട് ഇവരെ പ്രേമാഭ്യർത്ഥനയൊക്കെ നടത്തി ഇവരെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വ്രതമൊക്കെ അനുഷ്ഠാനിക്കുന്ന, ഒരു സ്ഥലത്ത് പോയിരുന്ന ഒരു വ്രതം അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യും. അതിനെയാണ് ഈ മടലേറുക എന്ന് പറയുക. അപ്പൊ അത്തരത്തില് ഇവരെ പ്രേമവിവാഹം നടക്കാൻ വേണ്ടിയിട്ടുള്ള
ശ്രമങ്ങളൊക്കെ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഇനി രക്ഷിതാക്കളുടെ സമ്മതത്തോട് കൂടിയിട്ടുള്ള വിവാഹത്തിന് എന്താണ് അറിയപ്പെടുക വെച്ചാൽ കറുപ്പ് എന്നാണ് അറിയപ്പെടുക. കറുപ്പ് എന്നാണ് രക്ഷിതാക്കളുടെ സമ്മതത്തോട് കൂടിയിട്ടുള്ള വിവാഹത്തിന് അറിയപ്പെടുക. ഇനി വിവാഹം ഇപ്പൊ പ്രേമവിവാഹമായാലും മറ്റേ വിവാഹമായാലും അത് താലികെട്ടിനൊരു പ്രാധാന്യം അന്ന് ഉണ്ടായിരുന്നില്ല. താലി കെട്ടുന്ന ഒരു ചടങ്ങും സംഘകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. താലി ഒരു മഹത്വമുള്ള സംഭവമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് സ്ത്രീകൾക്ക് ചിലമ്പ് കെട്ടും. ചിലമ്പ് കെട്ടുമ്പോൾ അതുവരെ ഇട്ടിരുന്ന ചിലമ്പ് മാറ്റിയിട്ട് പിന്നീട് ഈ കല്യാണം കഴിച്ച ആള് നൽകുന്ന ചിലമ്പ് കാലിൽ കെട്ടും. അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നു. ചിലമ്പ് മാറ്റം എന്നൊരു ചടങ്ങ്, എന്താണ് അതിന് പറയാ, ചിലമ്പ് കഴി നോമ്പ് എന്ന് കല്യാണത്തിന് അതുകൊണ്ട് പറയും. ഒരു മുഖ്യ ചടങ്ങായിരുന്നു ചിലമ്പ് കഴി നോമ്പ് എന്നുള്ളത്. ഇനി നേരത്തെ പറഞ്ഞു അധികം പ്രേമവിവാഹമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ആ കാലഘട്ടത്തിൽ വിധവാ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. വിധവകൾക്ക് പിന്നീട് കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള നിയമമൊന്നും സംഘകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിധവകൾ പുനർവിവാഹം നടത്തിയിരുന്നു. ദെൻ പ്രേമവിവാഹത്തിന് ചില സമയത്ത് അറിയപ്പെടുന്നത് ഗാന്ധർവ വിവാഹം എന്നും പേരുണ്ടായിരുന്നു. പ്രേമവിവാഹങ്ങൾക്ക് ഗാന്ധർവ വിവാഹം എന്ന് പറയും. പിന്നെ ആ കാലത്ത് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങാണ് പൊൻപണം നൽകുക എന്നുള്ളത്. പൊൻപണം നൽകുക. ഈ പൊൻപണം നൽകുന്നത് ഈ ചെറുക്കൻ്റെ വീട്ടുകാർ, ആണിൻ്റെ വീട്ടുകാർ സ്ത്രീയുടെ വീട്ടിലേക്കാണ് പൊൻപണം നൽകുക. പുരുഷന്റെ അച്ഛൻ, കല്യാണച്ചെക്കൻ പെൺകുട്ടിയുടെ അച്ഛനാണ് പൊൻപണം നൽകുന്ന ഒരു ചടങ്ങ് ഉള്ളത്. ഒരാചാരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീ പുരുഷന്മാർക്കും അവരുടേതായിട്ടുള്ള ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഈ ജീവിത പങ്കാളി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. അന്ന് പറഞ്ഞു ജാതി വ്യവസ്ഥ ഇത്ര തീവ്രമായിരുന്നില്ല, അല്ലെ, ജാതി വ്യവസ്ഥ തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആർക്കും ആരെയും പ്രേമിക്കാനോ കല്യാണം കഴിക്കാനോ ഒന്നുമുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ സ്വതന്ത്രമായ ജീവിതത്തിന് കൂടുതൽ സാധ്യതകൾ അന്ന് ഉണ്ടായിരുന്നു. ദെൻ സ്ത്രീകൾക്ക് അതുപോലെ തന്നെ അവർക്ക് വ്യാപാരങ്ങളിൽ ഉപ്പ്, മീൻ തുടങ്ങിയവയൊക്കെ വ്യാപാരം നടത്താൻ വേണ്ടി സ്ത്രീകൾ മുന്നിട്ടിറങ്ങുകയും അങ്ങനെ സ്ത്രീകൾക്ക് ഒരു തൊഴിലെന്ന രീതിയിലും അവർ ഉണ്ടായിരുന്നു, സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്ത്രീകൾ ഞാറ് നടുക, കൊയ്യുക, അതിൽ പൂന്തോട്ടം ഉണ്ടാക്കുക, അങ്ങനത്തെ കുറേ ഏർപ്പാടുകളിലൊക്കെ അവർ സജീവമായിട്ട് ഉണ്ടായിരുന്നു. സ്ത്രീകൾ പൊതുവെ ആഭരണം ധരിച്ചിരുന്നവരായിരുന്നു. സംഘകാലഘട്ടത്തിൽ സ്ത്രീകൾ പൊതുവെ ആഭരണം ധരിച്ചിരുന്നവർ. മാലയും വളയും അതുപോലെ തന്നെ ആഭരണങ്ങളോട് വളരെ പ്രിയരായിരുന്നു. നിറയെ ആഭരണം ധരിച്ചിരുന്നവരായിരുന്നു സ്ത്രീകളെന്ന് കണക്കാക്കുന്നത്. അണിഞ്ഞൊരുങ്ങി നടക്കാൻ അവകാശവും ഇഷ്ടവുമുള്ള സ്ത്രീകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഇനി സ്ത്രീകൾ ധരിച്ചിരുന്ന ചില ആഭരണങ്ങളാണ് ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ താലി, പുലിപ്പൽ താലി, എമ്പടേ താലി, പിന്നെന്താണ് നൂല്, പൊൽക്കലം, പൊൽക്കാശ്, പൊൽക്കമ്പി, തൊടി, നെറ്റിപ്പട്ടം, മുത്താരം, ചുട്ടി, കുഴൽ, അങ്ങനത്തെ കുറേ ആഭരണങ്ങൾ. ഈ ആഭരണങ്ങൾ എന്താണെന്ന് നമുക്ക് പിടിത്തം കിട്ടില്ല. അതിൽ ചുട്ടി അതുപോലെ തന്നെ നെറ്റിപ്പട്ടം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ, പിന്നെയും കേട്ടിട്ട്. അപ്പം അങ്ങനത്തെ കുറേ ആഭരണങ്ങൾ ഇവർ ധരിച്ചിരുന്നു എന്ന് മാത്രം മനസ്സിലാക്കാം. ഇതൊക്കെ സംഘകാല കൃതികളിലുള്ള പരാമർശങ്ങളാണ് കേട്ടോ. പിന്നെ സ്ത്രീകൾ എപ്പോഴും തലയിൽ പൂ ചൂടുമായിരുന്നു. അതിനെ തഴയുട എന്നാണ് പറയുക. തഴയുട എന്നാണ് അവർ പൂ ചൂടുന്നതിനെ പറയുന്നത്. നൊച്ചിപ്പൂവും ആമ്പൽപ്പൂവും, നൊച്ചി എന്ന് പറഞ്ഞൊരു പൂവും ആമ്പൽ എന്ന് പറഞ്ഞൊരു പൂവും, ഇത് കോർത്ത് ചേർത്ത് കെട്ടിയിട്ടുള്ള പൂ ഒരു കുടം പോലെ ആക്കിയിട്ട് അവരത് തലയിൽ കെട്ടുമായിരിക്കും. അതാണ് തഴയുട എന്ന് പറയുന്നത്. പിന്നെ ഈ കാലഘട്ടത്തിൽ ആണുങ്ങളും ഇതുപോലെയുള്ള ചെറിയ രീതിയിൽ പൂവൊക്കെ ചൂടുന്ന രീതികൾ ഉണ്ടായിരുന്നതായിട്ടും പറയുന്നുണ്ട്. അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും പൂവ് ചൂടുന്നു. സ്ത്രീകളെ പോലെ കനം കൂട്ടി വെക്കുന്ന രീതി ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷെ പുരുഷന്മാരും പൂവ് ചൂടുമായിരുന്നു അന്ന്. പിന്നെ ഭക്ഷണം എന്ന് പറയുന്നത് ചോറ് തന്നെയായിരുന്നു മെയിനായിട്ട് അവർ കഴിച്ചിരുന്നത്. മീനും ഇറച്ചിയും ഒക്കെ കഴിച്ചിരുന്നവർ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ പൂജ ചെയ്യുന്നവർക്ക് പ്രത്യേകം ഭക്ഷണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊക്കെയും ഇറച്ചി മീനൊക്കെ വിശേഷ അവസരങ്ങളിൽ കഴിക്കും. പിന്നെ അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നവർ തന്നെയായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റു ചോറുകൾ ഊൻചോറ്, നെയ്വൺ ചോറ്, അങ്ങനെയുള്ള കുറേ ചോറുകളുടെ പേരുകളും കൃതികളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. വെളുത്തരിയാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. തൊണ്ടിയിലെ വെളുത്തരി ഉപയോഗിച്ചിരുന്നതിനെ പറ്റിയിട്ട് പല പരാമർശങ്ങളും സംഘകൃതികളിലുണ്ട്. ദെൻ കടലിൽ നിന്ന് ഐരമീനുകളെ പിടിച്ചിരുന്നു എന്നും തമിഴ് ഈ സംഘകാല കൃതികളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ, കൃതികളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ. ഇനി പാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ അന്നത്തെ പാത്രങ്ങളിൽ കലം, കുടം, കരുങ്കലം,
വെള്ളിക്കലം, കള്ളുകൂടം, പാന, താലം, മിടാവ് തുടങ്ങിയ പാത്രങ്ങളൊക്കെയാണ്. ഇതിൽ കുറെ പാത്രങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും കേൾക്കുന്നതാണല്ലേ. അപ്പൊ ഇതൊക്കെയാണ് അവിടുത്തെ പാത്രങ്ങളായിട്ട് പറയുന്നത്. പിന്നെ കള്ളുകൂടി ഇവർക്ക് മെയിൻ ആയിരുന്നു കേട്ടോ. സ്ത്രീകളും പുരുഷന്മാരും മദ്യം കഴിച്ചിരുന്നവരായിട്ടും, എപ്പോഴും മദ്യം കഴിച്ചിരുന്നതല്ല, പനങ്ങൾ ചെത്തിയെടുക്കുന്ന ഒരു രീതിയും അതെല്ലാം അവര് സ്ത്രീകളൊക്കെ അത് കഴിച്ച് നൃത്തം ചവിട്ടുന്നവരായിരുന്നൊക്കെ സംഘം കൃതികളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ബോത്ത് മെൻ ആൻഡ് വിമൻ ഈ തുല്യതയോട് കൂടിയിട്ട് ആ വക കാര്യങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു. പനങ്കളിന് മുനീർ എന്നാണ് പനങ്കൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ മുനീർ എന്നൊരു പാനീയം കൂടെ ഉണ്ടായിരുന്നു. അതൊരു ലഹരി പാനീയം തന്നെയാണ്. ഈ മുനീർ എന്ന പാനീയം ചില വിശേഷ അവസരങ്ങളിലൊക്കെയാണ് ഇവർ ഉണ്ടാക്കുന്നത്. മുനീർ കുറച്ചും കൂടെ ലഹരിയുള്ള ഒന്നായിട്ടാണ് പറയുന്നത്. നെല്ലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വീര്യമുള്ള ഒരു മദ്യമായിരുന്നു മുനീർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളും ഇവർ കുടിച്ചിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും കുടിച്ചിരുന്നതായിട്ടാണ് പറയുന്നത്. ഇനി സ്ത്രീകൾ ഇത് കുടിച്ചു വിചാരിച്ചിട്ടോ പുരുഷന്മാർ ഇത് കുടിച്ചു വിചാരിച്ചിട്ടൊന്നും ഒരു ഭ്രഷ്ടൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക്. അപ്പൊ ഇതായിരുന്നു അവിടെ. പിന്നെ പലതരത്തിലുള്ള ഉത്സവങ്ങളും ഇവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോ ആഘോഷങ്ങളായിട്ട് ഓണം, തിരുവാതിര തുടങ്ങിയ ആഘോഷങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. ഓണത്തിനെ കുറിച്ചുള്ള പാട്ടുകളൊക്കെ ഈ സംഘംകാല പാട്ടുകളിൽ തന്നെ ഓണപ്പാട്ടുകളൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. അതിനോട് ഒപ്പം തന്നെ ഉണ്ടായിരുന്ന ചില കലോത്സവങ്ങളായിരുന്നു ദീപക്കാഴ്ച, ആറാട്ട് മഹോത്സവം, തിരുവാതിര തുടങ്ങിയവയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സംഗീതോപകരണങ്ങളാണ് യാഴ്, മിഴാവ്, കുഴല്, പെരുവങ്കിയം, തുടിപ്പറ തുടങ്ങിയ കുറെ സംഗീത ഉപകരണങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചില രണ്ട് നൃത്തരൂപങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. തുണങ്കൈക്കൂത്തും കുരവൈക്കൂത്തും നാടൻ നൃത്തങ്ങളായിരുന്നു. ഇപ്പൊ തിരുവാതിര പോലെ ഈ കൈകൊട്ടിക്കളി പോലത്തെ കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ രീതികളായിരിക്കും. അതൊക്കെയായിരുന്നു അവിടുത്തെ നൃത്തരൂപങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അവര് വേഷം കെട്ടി ആടുമായിരുന്നു. നാടകത്തിലൊക്കെ പോലെ വേഷങ്ങൾ കെട്ടി ആടുമായിരുന്നു. അങ്ങനെ വള്ളിക്കൂത്ത്, അല്ലിപ്പാവ് പോലെ അല്ലിയം കൂത്ത്, വള്ളിക്കൂത്ത്, അല്ലിയം കൂത്ത്, അങ്ങനത്തെയുള്ള കുറെ നൃത്തരൂപങ്ങളും വേഷം കെട്ടി ആടുന്ന രൂപങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. നിരന്തരം ആഘോഷങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് സംഘകാലഘട്ടത്തിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടായിരുന്നായിരുന്നു. വിനോദങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും നൃത്തം, സംഗീതം അതൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകിയ ആൾക്കാരായിരുന്നു സംഘകാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെന്ന് മനസ്സിലാക്കണം. പിന്നെ ചൂതാട്ടക്കളി, പുരുഷന്മാരുടെ പ്രധാനപ്പെട്ട ഒരു കളിയാണ് ചൂതാട്ടക്കളി. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഗോലി കളിക്കുക. അപ്പൊ ഇതൊക്കെയായിരുന്നു ഉണ്ടായത്. അപ്പൊ ചതുരംഗം, ഗോലി കളിക്കലൊക്കെ അന്നത്തെ പ്രധാനപ്പെട്ട കളികളായിരുന്നു. പിന്നെ ഇവർക്കൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പറഞ്ഞല്ലോ, ജാതി വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിർബന്ധമായിട്ടുള്ള ഇതൊന്നും ഇല്ല. പക്ഷെ ദൈവവിശ്വാസം അല്ലാണ്ട് മായൻ അങ്ങനെയൊക്കെ പറയുന്ന കുറെ ദൈവങ്ങളൊക്കെ ഇവർക്കുണ്ട്. ഓരോ തിണകൾക്കും ഓരോ ദൈവങ്ങളുണ്ട്. പ്രധാനമായിട്ടും കൊറ്റവീനെ ആരാധിക്കുന്ന രീതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ആരാധിക്കുന്ന ദേവതയായിരുന്നു. അപ്പൊ അതുപോലെ ആരാധനയെല്ലാം ഉണ്ട്. പക്ഷെ ദൃഢമായിട്ടുള്ള വിശ്വാസങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ശകുനം നോക്കുമായിരുന്നു. അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ, പഞ്ചാംഗം നോക്കുക, നക്ഷത്രങ്ങളെ വെച്ചുകൊണ്ട് കാലം നിർണ്ണയിക്കുന്ന രീതി, നക്ഷത്രങ്ങളെ വെച്ചുകൊണ്ട് ഭാവി നിർണ്ണയിക്കുന്ന രീതി, അതൊക്കെ അവർക്ക് അന്ന് ഉണ്ടായിരുന്നു. ശകുനം നോക്കുമായിരുന്നു. പക്ഷെ ശകുനം നോക്കിക്കൊണ്ട് ഒന്ന് വളരെ മോശമാണെന്ന് വിധി എഴുതുകയോ അത് കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് പറയാം, അങ്ങനെയൊന്നുമല്ല. പക്ഷെ ശകുനം നോക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ആ കാലഘട്ടത്തിൽ സംഘകാലഘട്ടത്തിന് 5 തിണകളായിട്ട് തിരിക്കുന്നുണ്ട്. 5 തിണകളെ ഏതൊക്കെയാണ്? കുറിഞ്ചി, പാലൈ, മുല്ലൈ, മരുതം, നെയ്തൽ. അതില് കുറിഞ്ചി പ്രദേശം എന്ന് പറഞ്ഞാൽ കുറിഞ്ഞി എന്നാണ് മലയാളത്തിൽ പറയുക. കുറിഞ്ചി എന്നാണ് ശരിക്കും കാണുക പൊതുവെ പുസ്തകങ്ങളിലൊക്കെ. മലകളും കാട് പ്രദേശങ്ങളുമാണ് കുറിഞ്ചിയിൽ വരുന്നത്. കുറവർ, ഏനിയർ, വില്ലവർ തുടങ്ങിയവരാണ് ഇവിടെ താമസിച്ചിരുന്നത്. കുരുമുളക് തുടങ്ങിയ വിഭവങ്ങൾ, തേൻ വിഭവങ്ങളൊക്കെ സംരംഭിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയായിരുന്നു ഇവരുടെ പ്രധാന തൊഴിൽ. ദെൻ മുല്ലൈ പ്രദേശം ഇടയർ, ആയർ എന്നീ വിഭാഗക്കാരാണ് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആടുകളൊക്കെ മേയിച്ച് നടക്കുന്നവരായിരുന്നു ഇതിൽ കൂടുതലും ഉണ്ടായിരുന്നത്. ദെൻ അടുത്തൊരു വിഭാഗക്കാരാണ് പാല. വരണ്ട പ്രദേശമായിരുന്നു പാല എന്ന് പറയുന്നത്. ഇവിടെയുള്ള ആളുകൾ മറവർ,
മഴവർ തുടങ്ങിയവരാണ് ഇവര് ഇതിൽ മറവറും മഴവരൊക്കെ കുറെ പേര് കൊള്ളസംഘക്കാരായിട്ടും മറ്റ് പലര് പോരാളികളായിട്ടൊക്കെയാണ് ജീവിച്ചിട്ടുള്ളത്. ദെൻ സമുദ്രതീരത്തുള്ളവരാണ് നെയ്ത്തൽ എന്ന് പറയുന്നു. നെയ്ത്തലിലെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് പരധവർ, മീനവർ, വലയർ, ഉമണർ തുടങ്ങിയവരൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മീൻ പിടിക്കുകയും അതുപോലെ തന്നെ ഉപ്പ് ഉണ്ടാക്കലൊക്കെ ആയിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്ന് പറയുന്നത്. മരുതം എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ടമായ മണ്ണിൽ ജീവിക്കുന്നവരാണ് മരുതർ എന്ന് പറയുന്നത്. കൃഷിക്കാരാണ്. വെള്ളാളർ തുടങ്ങിയവരൊക്കെ, ഉഴവർ തുടങ്ങിയവരൊക്കെ അതിലെ പ്രധാനപ്പെട്ട വിഭാഗക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് കൃഷിയൊക്കെ വളരെ സുലഭമായിട്ടുള്ള കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മരുതത്തിൽ വലിയ കൃഷിഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഉഴുത് ഉണ്ടാക്കിയിട്ട് ഇവരത് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്താണ് ഈ പാലേ പ്രദേശത്തു നിന്നുള്ള കൊള്ളക്കാർ വന്നിട്ട് ഈ കൃഷിഭൂമിയിലെ സാധനങ്ങൾ തട്ടിയെടുക്കുക, അതുപോലെ തന്നെ മുല്ലൈ മേഖലയിലുള്ള ആടുകളെ തട്ടിയെടുക്കുക. അപ്പോൾ ഈ കൊള്ളസംഘങ്ങളുടെ പ്രവർത്തനം അങ്ങനെ ഉണ്ടാവും. ഇതിൽ തന്നെയുള്ള ഈ പാലയിൽ തന്നെയുള്ള മറ്റൊരു സൈനികരായിട്ടുള്ള ആൾക്കാരുണ്ടാവല്ലോ, അവരായിരിക്കും ഈ മറുതർ വിഭാഗത്തിലുള്ള ഭൂമി എന്താ പറയാ കൃഷിയൊക്കെ നടത്തുന്ന ഭൂമികളുടെ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് കാവൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ഈ പാലയിലുള്ള ആൾക്കാരായിരിക്കും. അപ്പം പാലയിൽ രണ്ടു കൂട്ടരും ഉണ്ട്. എന്നാലും വളരെ ഫലഭൂയിഷ്ടമായിട്ട് സുഖസൗകര്യങ്ങളോട് കൂടിയിട്ട് ജീവിച്ചിരുന്നവരാണ്. അവിടെയും ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ജാതീയതയും ശ്രേണീയതയൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഇടപഴകുന്ന കാര്യങ്ങളിലൊന്നും ആ ഒരു തരംതിരിവുകൾ ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു സംഘകാലഘട്ടം എന്ന് പറയാം. സംഘകാലഘട്ടത്തിന് ആര്യന്മാരുടെ കടന്നാക്രമണം ഇല്ലാത്തൊരു കാലഘട്ടമാണ് സംഘകാലഘട്ടം എന്ന് പറഞ്ഞാൽ. ബ്രാഹ്മണന്മാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിലാണ് ബ്രാഹ്മണന്മാർ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്നാൽ 8-ാം നൂറ്റാണ്ടിലാണ് അവർ കേരളത്തിലേക്ക് വന്നതെന്നും പറയുന്നുണ്ട്. പല അഭിപ്രായങ്ങളുണ്ട്. എന്നാലും ബ്രാഹ്മണിസം എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ബ്രാഹ്മണ മേധാവിത്വം ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം തന്നെയായിരുന്നു സംഘകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, സംഘകാലത്തെ സാമൂഹിക ജീവിതം എന്ന യൂണിറ്റിൽ. താങ്ക് യു.